ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. 8th ഇംഗ്ലീഷ് രണ്ടാമത്തെ യൂണിറ്റ് വിങ്സ് ഓഫ് ഹോപ്പ് ആണ്. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഈ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത്രയും ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്റർ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ആദ്യത്തെ ക്ലാസ് ആണ്. ഓക്കെ, പാർട്ട് 1 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിന് മാത്രമല്ല മറ്റെല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നോക്കിയാലോ, എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ജെറോം കെ ജെറോമിൻ്റെ സ്റ്റോറിയാണ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് നോക്കാം, എന്താണ് ഇതിൽ പറയണത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം കേട്ടോ. I remember going to the British Museum one day to research some sort of illness that I thought might be hay fever. I picked up the medical encyclopedia and read all about hay fever. I idly returned the leaves and began to indolently study diseases in general. I forget which was the first disease I plunged into, some dreadful disease I know, but before I had glanced half down the list of warning symptoms, it dawned upon me that I had all of them. അപ്പം എന്താ ഇതിൽ പറയുന്നത്? അപ്പം ഇയാൾ ഓർക്കുന്ന കാര്യമാണ് കേട്ടോ. ഒരു ദിവസം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ഒരു തരം രോഗത്തെക്കുറിച്ചിട്ട് ഒരു കാര്യം അറിയണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയി കുറച്ച് അവിടുത്തെ മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ നിന്ന് ബുക്ക് എടുത്ത് അതിനെക്കുറിച്ച് വായിക്കാൻ വേണ്ടിയാണ് പോണത്, അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ഹേ ഫീവർ ആണ് എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് എൻ്റെ പ്രശ്നം എന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത. അങ്ങനെ അവിടെ ചെന്നു, മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ നിന്ന് ബുക്ക് എടുത്തു, അത് വായിക്കുകയാണ്. അതിൽ നിന്ന് ഐ പിക്ക്ഡ് അപ്പ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആൻഡ് റീഡ് ഓൾ അബൌട്ട് ഹേ ഫീവർ. അങ്ങനെ ആ ഹേ ഫീവറിനെ കുറിച്ച് എല്ലാം വായിച്ചു. ആൻഡ് ഐഡിയലി ടേൺ ടു ദി ലീവ്സ് ആൻഡ് ബിഗൺ ടു ഇൻടോളറൻ്റ്ലി സ്റ്റഡി ഡിസീസസ് ഇൻ ജനറൽ. എന്താ പിന്നെ ചെയ്യുന്നത്? ഇൻടോളറൻ്റ്ലി സ്റ്റഡി ഡിസീസസ് ഇൻ ജനറൽ എന്ന് പറയുന്നുണ്ട്. രോഗങ്ങളെ കുറിച്ചിട്ട് അലസമായിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി, അത് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഐ ഫർഗെറ്റ് വിച്ച് വാസ് ദ ഫസ്റ്റ് ഡിസീസ് ഐ പ്ലങ്ഡ് ഇൻ ടു, സം ഡ്രെഡ്ഫുൾ ഡിസീസ് ഐ നോ, ബട്ട് ബിഫോർ ഐ ഹാഡ് ഗ്ലാൻസ്ഡ് ഹാഫ് ഡൗൺ ദ ലിസ്റ്റ് ഓഫ് വാർണിംഗ് സിംറ്റംസ് ഇറ്റ് ഡോൺഡ് അപ്പോൺ മീ ദറ്റ് ഐ ഹാഡ് ഓൾ ഓഫ് ദം. അപ്പോൾ അത് വായിച്ചിട്ട് ഇദ്ദേഹം എന്താണ് കരുതുന്നത്? ഏതാണ് അദ്ദേഹത്തിന് വന്ന ആദ്യ രോഗം ഏതാണെന്ന് അദ്ദേഹം ശരിക്കും മറന്നുപോയി. പക്ഷേ ഈ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ഉണ്ടല്ലോ ഒരു അസുഖം വരുമ്പോൾ, വാർണിംഗ് സിംറ്റംസ്, അപ്പം അതിൻ്റെ പട്ടിക ഇങ്ങനെ വായിക്കുന്നു. ഇപ്പം അയാളുടെ സംശയം എന്താണ്? അദ്ദേഹത്തിന് ഈ ഹേ ഫീവർ ആണ്. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ എൻസൈക്ലോപീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു അസുഖം വരുമ്പോൾ അതിന് കുറേ വാർണിംഗ് സിംറ്റംസ് ഉണ്ടാവില്ലേ, മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ, അതിങ്ങനെ നോക്കി വരികയാണ്. അപ്പോൾ അതിൽ ആ ലിസ്റ്റ് ഇങ്ങനെ വായിച്ച് പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ സിംറ്റംസ് ഒക്കെ എനിക്കുണ്ട് എന്ന്. അദ്ദേഹം അങ്ങോട്ട് നമ്മൾ തന്നെ ഒരു അസംഷനിൽ എത്തുന്ന പോലെയാണ്. I sat for a while frozen with horror, and then in utter despair I again turned over the pages. I came to typhoid fever. Read the symptoms. Discovered that I had typhoid fever for months without knowing it. കുറച്ച് നേരം അവിടെ ഇരുന്ന് പേടിച്ചു, കാരണം ആ സിംറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഉറപ്പിച്ചു എനിക്ക് ആ അസുഖം തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്, പേടിച്ച് വരച്ചിട്ട് കേട്ടോ. ആൻഡ് ദെൻ അട്ടർ ഡെസ്പെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, വളരെ നിരാശനായിട്ട് ഇരിക്കുകയാണ്. വീണ്ടും പേജുകൾ മറിച്ചു, അപ്പോഴാണ് ടൈഫോയിഡ് ഫീവറിൻ്റെ ലക്ഷണങ്ങളുടെ പേജ് എത്തുന്നത്. അപ്പോൾ ടൈഫോയിഡ് ഫീവറിൻ്റെ സിംറ്റംസ് ഒക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, തനിക്ക് ടൈഫോയിഡ് ഫീവർ ആണ്. കുറേ മാസം ആ ഫീവർ ഉള്ളതേ അറിയാതെ ഞാൻ കടന്നു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പനി ഉണ്ടെന്ന് അറിയാതെ തന്നെ ഞാൻ കണ്ടെത്തി എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ സിംറ്റംസ് ഒക്കെ വായിച്ച് ഇയാൾ തെറ്റിദ്ധരിക്കുകയാണ് ഇയാൾക്ക് അസുഖങ്ങളെല്ലാം ഉണ്ടെന്ന്. ഐ ദെൻ വോണ്ടഡ് വാട്ട് എൽസ് ഐ ഹാഡ് ഗോട്ട്, ടേൺഡ് അപ്പ് വൈറ്റസ് ഡാൻസ്, ഫൗണ്ട് ദാറ്റ് ഐ ഹാഡ് ദാറ്റ് ടു. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൻ്റെ നോക്കിയപ്പോൾ
വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കിയിട്ട് സെന്റ് വിറ്റസിന്റെ നൃത്തം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതും ഉണ്ടെന്ന് മനസ്സിലായി. ഓരോ അസുഖങ്ങളുടെ പേജാണ് കേട്ടോ. ഐ ബിഗാൻ ടു ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ കേസ് ആൻഡ് ഡിസൈഡഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് തറോലി. അങ്ങനെ എൻ്റെ തന്നെ ഈ ഒരു കേസിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി, വീണ്ടും തറോലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഐ സ്റ്റാർട്ടഡ് ആൽഫബറ്റിക്കലി. അങ്ങനെ ഞാൻ ആൽഫബറ്റിക്കലി, ഇതെല്ലാം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, രോഗത്തിൻ്റെ ബുക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രോഗങ്ങളും അതിൻ്റെ സിംറ്റംസും അതിൽ പറയുന്നുണ്ട്. ഇയാൾ അതൊക്കെ തനിക്കുണ്ടോ എന്നുള്ളത് ഇയാൾ തന്നെ അനലൈസ് ചെയ്യുകയാണ് കേട്ടോ. വെറുതെ അത് വായിച്ചു നോക്കി സിംറ്റംസ് വെച്ചിട്ട് ഇയാൾ തന്നെ ഒരു അസംഷനിൽ എത്തുകയാണ്. അങ്ങനെ ആൽഫബറ്റിക്കലി വായന തുടങ്ങി. ആദ്യം റീഡപ്പ് മലേറിയ ആൻഡ് ലേൺ ദാറ്റ് ഐ വാസ് സിക്കണിങ് ഫോർ ഇറ്റ് ആൻഡ് ദാറ്റ് ദ വേർസ്റ്റ് സ്റ്റേജ് വുഡ് കമൻസ് ഇൻ അബൌട്ട് 2 weeks. അപ്പോൾ മലേറിയയുടെ എത്തിയ സമയത്ത് അത് അസഹ്യമാണെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും മോശം ഘട്ടം ആരംഭിക്കുമെന്നും അയാൾക്ക് മനസ്സിലായി. പിന്നെ നോക്കുന്നത് ബ്രൈറ്റ്സ് ഡിസീസ്. ഐ വാസ് റിലീവ് ടു ഫൈൻഡ് ഐ ഹാഡ് ഓൺലി ഇൻ എ മൈൽഡ് ഫോം. അപ്പോൾ ബ്രൈറ്റ്സ് ഡിസീസ് എനിക്ക് ഒരു നേരിയ രൂപത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണു. കോളറ I had with serious complication and diphtheria I seemed to have been born with. അപ്പോൾ കോളറ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഡിഫ്തീരിയ, അതെനിക്ക് ജന്മന ഡിഫ്തീരിയ ഉണ്ട് എന്നുള്ളതാണ് അയാൾക്കത് വായിച്ചിട്ട് മനസ്സിലാവുന്നത്. ഐ കെയർഫുള്ളി വെൻ ത്രൂ ഓൾ ദ 26 letters. അങ്ങനെ 26 ലെറ്റേഴ്സും അദ്ദേഹം കടന്നുപോയി. ആൻഡ് ദ ഓൺലി മെലാഡി ഐ കുഡ് കൺക്ലൂഡ് ഐ ഹാഡ് നോട്ട് ഗോട്ട് വാസ് ഹൗസ്മേറ്റ്സ് നീ. അപ്പോൾ അയാൾ എല്ലാം ശ്രദ്ധാപൂർവം വായിച്ചിട്ട് ഒരു നിഗമനത്തിലെത്തിയത് എന്താ, എനിക്ക് ഒരേ ഒരു രോഗം മാത്രമില്ല, ഹൗസ്മേറ്റ്സ് നീ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അത് മാത്രം എനിക്കില്ല, ബാക്കി എല്ലാ രോഗങ്ങളും തനിക്കുണ്ട് എന്ന അസംഷനിലാണ് ഇദ്ദേഹം എത്തുന്നത്. I felt rather hurt about this at first. It seemed somehow to be a kind of insult. Why hadn't I got housemaid knee? Why was this illness left out? അപ്പോൾ കുറച്ച് ആൾക്ക് ആദ്യം എനിക്കത് വല്ലാത്തൊരു വിഷമായി തോന്നി, ഒരു അപമാനമായിട്ട് തോന്നുകയാണ്. കാരണം ആ ഒരു അസുഖം മാത്രം എന്തുകൊണ്ടാണ് എനിക്കില്ലാത്തത്, ആ രോഗം മാത്രം എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കി എന്നൊക്കെയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് കേട്ടോ. ആഫ്റ്റർ എ വൈൽ ഹൗ എവർലെസ് ഗ്രീഡി ഫീലിംഗ്സ് ടുക്ക് ഓവർ. ഐ റിഫ്ലക്റ്റഡ് ദാറ്റ് ഐ ഹാഡ് എവറി അതർ നോൺ ഡിസീസ് ഇൻ ദ ഫാർമക്കോളജി. പിന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ, എനിക്ക് എല്ലാ രോഗങ്ങളും, അതായത് ആ ഫാർമക്കോളജിയിൽ ഉള്ള എല്ലാ രോഗങ്ങളും എനിക്കുണ്ട്. ഐ ഗ്രൂ ലെസ് സെൽഫിഷ് ആൻഡ് ഡിറ്റർമൈൻഡ് ടു ഡു വിത്തൗട്ട് ഹൗസ്മേറ്റ്സ് നീ. ഗൗട്ട് ഇൻ ഇറ്റ്സ് വേഴ്സ്റ്റ് ഫോം ഹാഡ് സീസ്ഡ് മീ വിത്തൗട്ട് മൈ നോളേജ് ആൻഡ് സൈമോസിസ് ഐ ഹാഡ് ക്ലിയർലി ബീൻ സഫറിംഗ് ഫ്രം മൈ ബോയ്ഹുഡ്. There were no more diseases after cymosis, so I concluded that there was nothing else the matter with me. അപ്പോൾ എന്താ ഇയാൾ പറയണത്, മറ്റെല്ലാ രോഗങ്ങളും തനിക്കുണ്ടെന്ന് ചിന്തിച്ചു. അതായത് എൻ്റെ സെൽഫിഷ്നെസ് കുറച്ചുകൂടി കുറഞ്ഞു. പിന്നെന്താ, പിന്നെ ഒരു അസുഖം ഗൗട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് സന്ധിവാതം എന്നാ പറയുക. അപ്പോൾ അത് എന്നെ മോശമായ അവസ്ഥയിൽ എന്നെ പിടികൂടിയിരിക്കുന്നു. സൈമോസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് പറയുന്നുണ്ട്, അതെൻ്റെ ബാല്യകാലം മുതൽ തന്നെ എനിക്കുണ്ടെന്ന് വ്യക്തമായി. സൈമോസിസ് കഴിഞ്ഞ പിന്നെ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഏറ്റവും പാരമ്യത്തിലാണ്. ഇനി എന്താണ് എനിക്ക് വരാനുള്ളത്, വേറെ പ്രശ്നങ്ങൾ ഇതിന് കൂടുതലൊന്നും വരാനില്ല എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളും തനിക്കുണ്ട്. ഐ സാറ്റ് ആൻഡ് പോണ്ടേഡ്. I thought what an interesting case I must be from a medical point of view. What an acquisition I should be to a class. Students would have no need to walk the hospitals. If they had me, I was a hospital in myself. All they need do would be to walk around me and after that take their diploma. Then I wondered how long I had to live. അപ്പോൾ ആ പാരഗ്രാഫിൽ പറയുന്നത്, ഇയാൾ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്നിട്ട് പറയാണ്, ഒരു മെഡിക്കൽ കാഴ്ചപ്പാടിൽ ഞാൻ എത്രത്തോളം വലിയൊരു രോഗിയായിരിക്കണം അല്ലേ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ എന്തിനാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്, ഹോസ്പിറ്റൽസിലേക്കൊന്നും പോകേണ്ട കാര്യമേ ഇല്ല, അവർക്ക് ഞാനുണ്ടെങ്കിൽ അല്ലേ, ഞാൻ തന്നെ, അതായത് ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റൽ പോലെയാണ്. ഇഫ് ദേ ഹാഡ് മീ, ഐ വാസ് എ ഹോസ്പിറ്റൽ ഇൻ മൈസെൽഫ് എന്നാണ് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ഒരു ആശുപത്രി ആക്കിയിരിക്കുകയാണ്. അവർ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ ചുറ്റും നടക്കുക, എന്നിട്ട് ഡിപ്ലോമ എടുക്കുക, അതാണ് അവർ ചെയ്യേണ്ടത് എന്നുകൊണ്ട് ഇയാളൊരു സർഗാസ്റ്റിക്കായിട്ട് പറയുകയാണ്. കാരണം എനിക്കെല്ലാം അറിയാലോ, ഞാൻ ഈ ബുക്കൊക്കെ വായിച്ചപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായല്ലോ എന്നൊരു ഐഡിയയിൽ പറയുന്നതാണ്.
പിന്നെ അദ്ദേഹം ചിന്തിക്കുന്നു, ദെൻ ഐ വണ്ടേർഡ് ഹൗ ലോങ് ഐ ഹാഡ് ടു ലീവ്. പിന്നെ ഇനി എനിക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും? ഐ ട്രൈ ടു എക്സാമിൻ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ പരിശോധിക്കാൻ എക്സാമിൻ ചെയ്യുകയാണ്. ഐ ഫെൽറ്റ് മൈ പൾസ്. ഞാൻ എൻ്റെ നാഡിമിടിപ്പുണ്ടല്ലോ, പൾസ് പരിശോധിച്ചു, ഫീൽ ചെയ്യണു. ഐ കുഡ് നോട്ട് അറ്റ് ഫസ്റ്റ് ഫീൽ എനി പൾസ് അറ്റ് ഓൾ. ആദ്യം എനിക്ക് പൾസൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഐ ട്രീ ടു ഫീൽ മൈ ഹേർട്ട്. ഞാൻ പിന്നീട് എൻ്റെ അതിൻ്റെ ഹേർട്ട് ബീറ്റ് ഫീൽ ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം ഐ കുഡ് നോട്ട് ഫീൽ ഇറ്റ്. എനിക്കത് ഫീൽ ചെയ്തില്ല. ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് ബീറ്റിംഗ്. ഹൃദയം ഇടിക്കാതെ നിന്ന പോലെയാണ് തോന്നിയത്. ഐ പാറ്റഡ് മൈസെൽഫ് ഓൾ ഓവർ മൈ ബോഡി. എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഞാൻ തട്ടി നോക്കി. ബട്ട് ഐ കുഡ് നോട്ട് ഫീൽ ഓർ ഹിയർ എനിത്തിങ്. എനിക്ക് ഒന്നും ഫീൽ ചെയ്യുകയോ ഒന്നും കേൾക്കുകയോ ചെയ്തില്ല. ഐ ട്രൈ ടു ലുക്ക് അറ്റ് മൈ ടങ്. ഞാൻ എൻ്റെ നാവ് നോക്കാൻ വേണ്ടി ശ്രമിച്ചു, നാവ് പുറത്തിട്ടിട്ട്. ഐ കുഡ് ഓൺലി സീ ദ ടിപ്പ് മാത്രമേ എനിക്ക്, നാവിൻ്റെ അറ്റം മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ആൻഡ് ദ ഓൺലി തിങ് ദാറ്റ് ഐ കുഡ് ഗെയിൻ വാസ് ടു ഫീൽ മോർ സെർട്ടൈൻ ദാൻ ബിഫോർ ദാറ്റ് ഐ ഹാഡ് സ്കാർലറ്റ് ഫീവർ. അപ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന് കാണാനൊന്നും കഴിയുന്നില്ല. എനിക്ക് നേടാൻ കഴിഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, എനിക്ക് സ്കാർലറ്റ് പനി ഉണ്ടെന്ന് മുമ്പത്തേക്കാൾ കൂടുതൽ മനസ്സിലായി. ഐ ഹാഡ് വാക്ക്ഡ് ഇൻ ടു ദാറ്റ് റീഡിംഗ് റൂം ആസ് എ ഹാപ്പി ഹെൽത്തി മാൻ. ഐ ക്രോൾഡ് ഔട്ട് എ ഡിക്രെപ്പിറ്റ് ട്രക്ക്. അപ്പോൾ ഞാൻ ഐ ഹാഡ് വാക്ക്ഡ് ഇൻ ടു, എവിടെ സന്തോഷവും ആരോഗ്യവാനുമായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ആ വായനാമുറിയിലേക്ക് നടന്നത്. പക്ഷേ അങ്ങോട്ട് പോയത് അങ്ങനെ ആയിരുന്നു. ഐ ക്രോൾഡ് ഔട്ട് എ ഡീക്രിപ്പിറ്റ് ട്രക്ക്. തിരിച്ചു വന്നതോ ഡീക്രിപ്പിറ്റ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എഴഞ്ഞു നീങ്ങുക എന്നുള്ളതാണ് ക്രോൾഡ്. ഡീക്രിപ്പിറ്റ് ട്രക്കാണ്. ഒരു മിനിറ്റ്, അതിൻ്റെ കറക്റ്റ് മീനിങ് പറഞ്ഞു തരാം. ഡീക്രിപ്പിറ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ജീർണിച്ച അവശിഷ്ടം പോലെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അത്രയും തകർന്നടിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതിനകത്തേക്ക് ആ റൂമിലേക്ക് വായിക്കാൻ കയറി പോയത് വളരെ ആരോഗ്യവാനായിട്ടായിരുന്നു. ഇത്രയും അസുഖങ്ങൾ ഉണ്ട് തനിക്കെന്ന് അറിഞ്ഞിട്ട് തകർന്നടിഞ്ഞാണ് അദ്ദേഹം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും അദ്ദേഹം അസുഖം ഉണ്ട് പറഞ്ഞിട്ട് തനിയെ ഒരു പരീക്ഷണത്തിൽ നിൽക്കുക അല്ലാതെ ഡോക്ടറെ അടുത്ത് പോകാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് ഇതിലെ ഒരു രസം. I went to my doctor. He is an old chum of mine and feels my pulse and looks at my tongue and talks about the weather, all for nothing when I think I am sick. So I thought I would return the favor by going to him now. What a doctor wants, I said, is practice. He shall have me. He will get more practice out of me than out of 1700 of his everyday patients. With only 1 or 2 diseases he saw, I went straight up and saw him and he said, well, what's the matter with you? അപ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു പഴയ ഓൾഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് കൂടിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു പഴയ സുഹൃത്തും കൂടിയാണ്. ആദ്യം തന്നെ പൾസ് കയ്യിൽ പിടിച്ച് പൾസ് ചെക്ക് ചെയ്യണു, നാവ് ടെസ്റ്റ് ചെയ്യണു, കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ സംസാരിക്കും. ഓൾ ഫോർ നത്തിങ് വെൻ ഐ തിങ്ക് ഐ എം സിക്ക്. അപ്പോൾ അയാൾ എങ്ങനെയാണ്, ഈ അസുഖമാണെന്ന് ഇയാൾക്ക് തോന്നുമ്പോഴാണ് ആ ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഒരു ഡോക്ടർക്ക് എന്താ വേണ്ടത്? പ്രാക്ടീസ് ആണല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ എന്നെ വേണം. 1 or 2 രോഗങ്ങൾ മാത്രമുള്ള ആളുകളെ ചികിത്സിക്കുന്നതിനേക്കാളും ഇത്രയും രോഗങ്ങളെല്ലാം എന്നെ ചികിത്സിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രാക്ടീസ് ലഭിക്കുമല്ലോ. ഇങ്ങനെയാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ വേഗം പോയി അയാളെ കണ്ടു. എന്നിട്ട് പറയാണ്, ആൻഡ് ഹി സെഡ്, ഡോക്ടർ പറയുന്നു, എന്താണ് ചോദിക്കാൻ, എന്താണ് കാര്യം ചോദിക്കുക. അപ്പോൾ ഇയാൾ പറയും, ഐ വിൽ നോട്ട് ടേക്ക് അപ്പ് യുവർ ടൈം ഡിയർ ബോയ് വിത്ത് ടെല്ലിങ് യു വാട്ട് ദ മാറ്റർ ഇസ്. ലൈഫ് ഇസ് ബ്രീഫ് ആൻഡ് യു മൈറ്റ് പാസ് അവേ ബിഫോർ ഐ ഹാഡ് ഫിനിഷ്ഡ്. ബട്ട് ഐ വിൽ ടെൽ യു വാട്ട് ഇസ് നോട്ട് ദ മാറ്റർ വിത്ത് മീ. ഐ ഹാവ് നോട്ട് ഗോട്ട് ഹൗസ്മേറ്റ്സ് നീ. വൈ ഐ ഹാവ് നോട്ട് ഗോട്ട് ഹൗസ്മേറ്റ്സ് നീ ഐ കനോട്ട് ടെൽ യു. ബട്ട് ദ ഫാക്ട് റിമൈൻസ് ദാറ്റ് ഐ ഹാവ് നോട്ട് ഗോട്ട് ഇറ്റ്. എവറിത്തിങ് എൽസ് ഹൗഎവർ ഐ ഹാവ് ഗോട്ട്. അപ്പം നേരെ ഡോക്ടർ ചോദിക്കുമ്പോൾ പറയാണ്, കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ സമയം കളയുന്നില്ല. ജീവിതം ചെറുതാണ്. അപ്പോൾ എൻ്റെ ജീവിതം ചെറുതാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്, ഇത് തീരുന്നതിന് മുമ്പ്, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ മരിച്ചു പോയേക്കാം. പക്ഷേ ബട്ട് ഐ വിൽ ടെൽ യു വാട്ട് ഇസ് നോട്ട് മാറ്റർ വിത്ത് മീ. എനിക്ക് ഹൗസ്മേറ്റ്സിനി ഇല്ല, ആ അസുഖം മാത്രമില്ല. ഇയാൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാണ് കേട്ടോ. ആ ഒരു അസുഖം എനിക്കില്ല. പിന്നെന്താ പറയണത്, എന്തുകൊണ്ടതില്ലാന്ന് എനിക്ക് അറിയില്ല, അതെനിക്ക് പറയാൻ സാധിക്കില്ല. ബട്ട് ദ ഫാക്ട് റിമൈൻസ് ദാറ്റ് ഐ ഹാവ് നോട്ട് ഗോട്ട് ഇറ്റ്. എവറിത്തിങ് എൽസ് ഹൗവർ ഐ ഹാവ് ഗോട്ട്. വേറെ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്,
പക്ഷേ ഇത് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ഡോക്ടറോട് ഇയാൾ സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ആകെ കൺഫ്യൂസ്ഡായി. And I told him how I came to discover it all. അപ്പോൾ ആൻഡ് ഐ ടോൾഡ് ഹിം, ഞാൻ ഡോക്ടറോട് പറയാണ് ഞാൻ എങ്ങനെ എനിക്കിതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതും പറയുകയാണ് കേട്ടോ. ദെൻ ഹി എക്സാമിൻ മീ ആൻഡ് ക്ലച്ച്ഡ് മൈ റിസ്റ്റ് ടു ചെക്ക് മൈ പൾസ്. അങ്ങനെ ആ ഡോക്ടർ എന്നെ എക്സാമിൻ ചെയ്യുന്നു, എൻ്റെ കയ്യിലെ നാടി റിസ്റ്റ് ആദ്യം പിടിക്കുന്നു, പൾസ് ചെക്ക് ചെയ്യണു. ആൻഡ് ദെൻ ഹി ഹിറ്റ് മീ ഓവർ ദ ചെസ്റ്റ് വെൻ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ്. അങ്ങനെ ചെസ്റ്റിലൊന്ന് ഹിറ്റ് ചെയ്യുന്നു എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ. A cowardly thing to do, I think, and immediately afterwards butted me on the side of my head. അപ്പോൾ ഇയാൾ പെട്ടെന്ന് അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ കവാർഡ്ലി തിങ് ടു ഡു എന്നാണ് പറയണത്, ഒരു ഭീരുത്വമായ കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, ബട്ടഡ് മീ ഓൺ ദ സൈഡ് ഓഫ് മൈ ഹെഡ്. ഉടനെ ആ തലയുടെ വശത്ത് തട്ടി. അതിനുശേഷം അയാൾ ഇരുന്നൊരു കുറിപ്പടി എഴുതി. ആഫ്റ്റർ ദാറ്റ് ഹി സാറ്റ് ഡൗൺ ആൻഡ് റോട്ട് ഔട്ട് എ പ്രിസ്ക്രിപ്ഷൻ. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ എഴുതി തരില്ലേ, അതാണ് പ്രിസ്ക്രിപ്ഷൻ. അതെഴുതി. ആൻഡ് ഫോൾഡഡ് ഇറ്റ് അപ്പ് ആൻഡ് ഗേവ് ഇറ്റ് ടു മീ. മടക്കിയിട്ട് എനിക്ക് തന്നു. ആൻഡ് ഐ പുട്ട് ഇറ്റ് ഇൻ മൈ പോക്കറ്റ് ആൻഡ് വെൻറ്റ് ഔട്ട്. അത് പോക്കറ്റിലിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഐ ഡിഡ് നോട്ട് ഓപ്പൺ ഇറ്റ്. ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ തുറന്നില്ല. ഐ ടുക്ക് ഇറ്റ് ടു ദ നിയറസ്റ്റ് ഫാർമസി. ഞാൻ അതും കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ അല്ലെ ഫാർമസിയിൽ പോയി. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ഇൻ. അത് അവരുടെ കൊടുത്തു. ദ മാൻ റീഡ് ഇറ്റ് ആൻഡ് ദെൻ ഹാൻഡഡ് ഇറ്റ് ബാക്ക്. ഒരു മാൻ, അതായത് നമ്മൾ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ അവർ വായിക്കും, അത് തിരിച്ച് നമുക്ക് തരില്ലേ, അങ്ങനെ തിരിച്ചു കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. He said he didn't keep it. I said you are a chemist. അപ്പോൾ അയാൾ പറയും ഇതിവിടെ സൂക്ഷിക്കില്ല എന്ന് അയാൾ പറയും. അപ്പോൾ ഇദ്ദേഹം ചോദിക്കും നിങ്ങളൊരു കെമിസ്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ പറയും ഐ ആം എ കെമിസ്റ്റ്. അതെ, ഇഫ് ഐ വേർ എ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് ഫാമിലി ഹോട്ടൽ കമ്പൈൻ ഐ മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് യു. അപ്പോൾ അയാൾ പറയാണ് എനിക്കൊരു ഫാമിലി സ്റ്റോറോ എനിക്കൊരു ഫാമിലി ഹോട്ടലോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമായിരുന്നു. ബീങ് ഓൺലി കെമിസ്റ്റ് ലിമിറ്റ്സ് മീ. ഞാനൊരു കെമിസ്റ്റ് മാത്രമാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കുന്നതിൽ പരിമിതികളുണ്ട് എന്ന് പറയും ആ മെഡിക്കൽ സ്റ്റോറുകാരൻ. ഐ റീഡ് ദ പ്രിസ്ക്രിപ്ഷൻ. അങ്ങനെ ആ ഒരു ഡോക്ടർ തന്ന കുറിപ്പടി പ്രിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചു. ദിസ് വാസ് വാട്ട് ഇറ്റ് സെഡ്. അതിൽ എന്താ പറയുന്നത്, എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് വാട്ടർ എവറി കപ്പിൾ ഓഫ് അവേഴ്സ്. അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യമാണ് നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുക, ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുക, എ 10 മൈൽ വാക്ക് എവറി മോർണിംഗ്. രാവിലെ ഒരു 10 മൈൽ നടക്കുക ഡെയിലി. ടു ബെഡ് അറ്റ് ഷാർപ്പ് 11 o'clock. രാത്രി 11 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങാൻ കിടക്കുക എല്ലാ രാത്രിയും. ആൻഡ് ഡോണ്ട് സ്റ്റഫ് അപ്പ് യുവർ ഹെഡ് വിത്ത് തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അറിയാത്ത കാര്യങ്ങളെ കുത്തി നിറയ്ക്കരുത് തലയിലെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് എനിക്ക് അതുണ്ടോ എനിക്ക് ഇതുണ്ടോ എന്നൊക്കെ ഒരു നോളേജും ഇല്ലാണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇയാൾ മനസ്സിലിങ്ങനെ കരുതി വെക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഐ ഫോളോഡ് ദ ഡയറക്ഷൻസ് വിത്ത് ദ ഹാപ്പി റിസൾട്ട് സ്പീക്കിംഗ് ഫോർ മൈസെൽഫ്. ഞാൻ ആ ഡയറക്ഷൻസ് എല്ലാം അനുസരിച്ചു, സന്തോഷകരമായ റിസൾട്ട് എനിക്ക് കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. ദാറ്റ് മൈ ലൈഫ് വാസ് സേവ്ഡ് ആൻഡ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അതെൻ്റെ ജീവിതത്തെ രക്ഷിച്ചു, ഇന്നും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്, തുടരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടായിരിക്കാം, പല സിംറ്റംസും ശരീരം കാണിക്കും. അതൊക്കെ നമ്മളൊരു ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അപ്പോൾ ഇതാണ് എനിക്ക് അസുഖം അതാണ് എനിക്ക് അസുഖം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം ചികിത്സയോ സ്വയം ഒരു അസംഷനിലോ എത്താൻ പാടില്ല, സ്വയം ഒരു കൺക്ലൂഷനിലോ എത്തരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അതിന് അറിയാവുന്ന ഡോക്ടർമാരാണെങ്കിലും അറിയാവുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ ഒപ്പീനിയനും അവരുടെ കൺസൾട്ടേഷനും എടുത്തിട്ടേ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യ ചോദ്യം, വൈ ഡിഡ് ദ നറേറ്റർ വിസിറ്റ് ദ ബ്രിട്ടീഷ് മ്യൂസിയം? ആൻസർ, the narrator visited the British Museum to research an illness. He thought he might have hay fever and wanted to read about it in a medical book. അപ്പോൾ അയാൾക്ക് ഹേ ഫീവർ ഉണ്ട് എന്ന് അയാൾ സംശയിക്കുന്നു, അതിനെക്കുറിച്ച് വായിക്കാൻ വേണ്ടി മെഡിക്കൽ ബുക്ക് എടുക്കാനാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഡു യു തിങ്ക് ദ നറേറ്റർ വറീസ് ടു മച്ച്? വൈ? Yes, the narrator worries too much. After reading about the symptoms of a few diseases, he became convinced that he had all the diseases in the book. This shows he panics easily and worries excessively about his health. Next, have you come across anyone who worries about their health just like the narrator? Share your experience. Yes, I know the person who often worries about their health like the narrator.
If they get a small headache, they immediately start searching on the internet rather consulting a doctor and convince themselves it might be a symptom of something serious. How does the narrator describe his condition when he left the reading room? The narrator says that he walked into the reading room as a happy, healthy man, but he crawled out as a decrepit wreck, a completely broken and ruined person. Next, why did the narrator decide to visit the doctor? He decided to visit the doctor because he believed he was a very interesting and valuable medical case with almost every disease. He thought he would be doing the doctor a favor by giving him a chance to practice on such a unique patient. Next, what did the narrator tell the doctor about his illness? The narrator dramatically told the doctor that he would not waste time listing all his diseases. Instead, he told him the one disease he didn't have. Housemates ni ആ ഒരു അസുഖം ഇല്ല എന്നാണല്ലോ പറയാൻ, and claimed that he had every other disease. 7th question. Did the doctor take the narrator's concern seriously? Give reasons to support your answer. No, the doctor didn't take his concern seriously. We know this because his actions were playful, hitting him on the chest. And more importantly, the prescription he gave was for a healthy lifestyle, not for any medicine. This shows he knew the problem was only in the narrator's mind. അടുത്ത ചോദ്യം. Why did the pharmacist return the prescription to the narrator? The pharmacist returned the prescription because it did not contain any medicines that he could sell. The prescription was for things like a balanced diet and a 10-mile walk. The pharmacist joked that he couldn't provide those things because he was only a chemist, not a hotel or a store. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ. ഇനി നമുക്കിതിൻ്റെ പാർട്ട് 2 ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.